ചൂരൽമല സ്കൂളിന് പുറകിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ 6 പേരെ കാണാനില്ല. മുരുകൻ, ജിഷ, അക്ഷയ്, തങ്കമ്മ, രാജൻ, വിനീത എന്നിവരെയാണ് കാണാനില്ലാത്തത്. ഇപ്പോൾ നിതിൻ രാജ് എന്നയാൾ ചേരുന്നു. നിതിൻ രാജ്, നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത്? ഇപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ഇതിൻ്റെതായിട്ട് ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. ഇതിന് ഓരോ ബോഡി നമ്മൾ നോക്കുമ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടത് കാണാൻ പറ്റാതെ അത്രയും വിഷമവും കാര്യമായിട്ടാണ് ഞങ്ങളോട് നിൽക്കുന്നത്. നിതിൻ രാജ്, ഈ സ്കൂളിന്റെ ഏത് സ്കൂളാണിത്? ഇത് നമ്മളെ ചൂരൽമലയിലെ ഈ വെള്ളാർമല VHSC അല്ലല്ലോ അല്ലേ? വെള്ളാർമല സ്കൂൾ. വെള്ളാർമല VHSC തന്നെയാണോ ഈ പറയുന്നത്? അതെ 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 അതെ, ആ സ്കൂളാണ്. ആ സ്കൂളിന് പുറകിൽ താമസിച്ചിരുന്ന കുടുംബത്തിലെ 6 പേരെയാണ് കാണാനില്ലാത്തത്. അതെ അതെ അതെ. ഇപ്പോ ആ ഭാഗത്തൊക്കെ ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞതാണല്ലോ. ശരി, ഞങ്ങൾ ശരിക്കും ആ ഭാഗത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനേ കഴിയുന്നില്ല. ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തും കാര്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഈ ബന്ധപ്പെട്ടവരോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? ആരെയാണ് അറിയിച്ചത് ഇത്? ഞങ്ങൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്കിത് അറിയിക്കില്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. കാരണം നമുക്ക് അവിടെ ഒരു കോണ്ടാക്റ്റും ഇവിടെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കില്ല. നമുക്കിത് എന്താണ് വരുന്നത്, എന്താണ് ന്യൂസ് മാത്രമേ നമുക്ക് കേൾക്കാനൊന്നും അറിയുന്നുള്ളൂ ഇതിനെ പറ്റിയിട്ട്. നിതിൻ രാജ്, ഈ പരിക്കേറ്റ ഒരുപാട് പേർ ആശുപത്രിയിലുണ്ടല്ലോ. ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നോ? ഇവരെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമോ? ആശുപത്രിയിലുള്ളവർക്കോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകാനുള്ള ശ്രമം അത് നടത്തിയിരുന്നോ നിതിൻ രാജ്? ഞങ്ങൾ വിംസ് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കും, പിന്നെ അതുപോലെ ഉള്ള ഈ എൻ്റെ ഹോസ്പിറ്റലിൽ മാറി മാറി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നിട്ടും ഒരു കറക്റ്റ് ഒരു എന്താണ് എവിടെയാണെന്നൊരു തീരുമാനം ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ശരി, നിധിന്റെ ബന്ധുക്കളാണോ ഇവര്? അതെ അതെ, ബന്ധുക്കളാണ്. ഇപ്പോ ഈ ചൂരൽമലയിലെ ഈ വെള്ളാർമല VHSC സ്കൂളിന്റെ ആ ഭാഗത്തൊക്കെ പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ കാര്യമായ തിരച്ചിൽ നടക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഫയർഫോഴ്സിന്റെ ആളുകളെ ഒന്നും നിങ്ങൾക്ക് ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയില്ലേ നിതിൻ? നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. നമ്മളെല്ലാവരോടും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് അറിയാവുന്ന കോണ്ടാക്ട് വെച്ചിട്ടും എല്ലാ ആൾക്കാരോടും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നല്ലാതെ കൂടുതൽ കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇതിന് വലിയ നാശനഷ്ടം ഉണ്ടായ ഒരു ഏരിയയാണത്. അവിടെ ഈ വീട് നിന്നിരുന്ന സ്ഥലത്തെയൊക്കെ സ്ഥിതി എന്താണെന്ന് ഫയർഫോഴ്സിനോടോ അല്ലെങ്കിൽ രക്ഷാദൗത്യ സംഘത്തിൽപ്പെട്ട ആരോടോ ഒക്കെ അന്വേഷിക്കാൻ കഴിഞ്ഞിരുന്നു? അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു നിതിൻ? നമ്മളിത് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചില സമയത്ത് ന്യൂസിൻ്റെ അത് കാണാറുണ്ട്. അത് മാത്രമാണ് ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക ഒരു പിടിവള്ളി എന്ന് പറയാനുള്ളൂ. കൂടുതൽ വിവരങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ല. നിതിൻ, അത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് നിതിൻ? ഇല്ല, ഞങ്ങൾ ചോദിക്കുമ്പോൾ അവരും ഓരോ മാനസികാവസ്ഥയിലാണ്. കാരണം അവർക്കും അത് കറക്റ്റ് ഉത്തരം തരാൻ പറ്റുന്നില്ല. കാരണം അവരും ഇതിങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ നോക്കുന്നല്ലാണ്ട് നമ്മളെ ആൾക്കാരാണോ നമ്മൾ ആദ്യമോടെ പോയി നോക്കുകയാണ്. നമ്മൾ ആംബുലൻസിൽ ഓരോ ബോഡി വരുമ്പോഴും നമ്മളെ വേണ്ടപ്പെട്ടവരാണോ എന്നുള്ള വിഷമവും കാര്യത്തിലാണ് നമ്മൾ ചെന്ന് നോക്കുന്നത്. നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്നില്ല. അതാണ് നമ്മളൊരു അവസ്ഥ. ഇപ്പൊ നിങ്ങളുള്ളത് ഈ വിംസ് ഹോസ്പിറ്റലിലാണ്? ഇല്ല, ഇപ്പൊ നമ്മൾ വിംസ് ഹോസ്പിറ്റലിൽ, അവിടെയും വിംസ് ഹോസ്പിറ്റലും പിന്നെ അതേപോലെ പഞ്ചായത്ത് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുകയാണ് ഞങ്ങൾ. അവിടെ എങ്ങും ഇവരെ പറ്റി യാതൊരു വിവരവും ഇല്ല? ഇല്ല, ഒരു വിവരവും ഇല്ല. പിന്നെ ഒരു സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുണ്ട് ഞങ്ങളെ കൂട്ടത്തിലുള്ള. ഞങ്ങളെ ഇതിൽ ആറാൾക്കാരയിൽ ഒരു കുട്ടിയുണ്ട്. അതിലൊരു 11 വയസ്സ്, 11-12 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ആ കുട്ടി കയ്യിലൊരു ചെറിയൊരു ചെയിന് പോലത്തെ ഒരു സംഭവം ഇടാറുള്ളൊരു കുട്ടിയാണ്, മോനാണ്. അപ്പോൾ അവിടെ ഒരു ബോഡി ഇതേ ലക്ഷണത്തോടൊരു ബോഡി അവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു കുട്ടിയുടെ. പക്ഷേ മുഖം ഭയങ്കര വികൃതമായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വെച്ചിട്ട് കയ്യിലൊരു ചെയിന് മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത് അതേപോലെ പറഞ്ഞ പോലെ തന്നെ അതേ മാർക്കിൽ കാണുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ മുഖം ഭയങ്കര വികൃതമായിട്ടാണുള്ളത്. നിതിൻ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ വെള്ളാർമല ഭാഗത്ത് ഇതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമല്ലോ, ചിലപ്പോൾ പരിക്കുകളോടെ. അവർ ഈ ആശുപത്രികളിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാൻ കഴിയില്ല. ഇനി അതല്ല, നിങ്ങൾ ഈ പറയുന്ന കുടുംബമൊക്കെ താമസിച്ചിരുന്ന സ്ഥലത്ത് വലിയ അപകടമുണ്ടായി എന്ന ആരെങ്കിലും അവിടെ പറയുന്നുണ്ടോ? ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും കിട്ടുന്നില്ല എന്നാണോ നിതിന്? ഇതിപ്പോ നമ്മൾ ആ ഭാഗത്തുള്ള പല ആൾക്കാരും ഞങ്ങൾ തപ്പി നടക്കുകയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പുകളിൽ മറ്റാരെങ്കിലും ഒരാൾ ജീവനോടെ ഉണ്ടെങ്കിൽ
നമുക്ക് ഇവരെ എന്തെങ്കിലും വിവരം കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാ ക്യാമ്പുകളിലും കൂടെ നടക്കുകയായിരുന്നു. പക്ഷെ ഒരാളുടെ ഒരു വിവരമോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ഇപ്പൊ ആ ഭാഗത്ത് ഈ വെള്ളാർമല VHSCയിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരുണ്ടല്ലോ, അവരൊക്കെ വളരെ സജീവമായി ഇടപെടുന്നുണ്ടായിരുന്നു. ഈ കുട്ടികളെ മുഴുവൻ വിളിച്ചു നോക്കുക. അങ്ങനെ ഈ 582ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവരെല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചു. ഏതാണ്ട് 21ഓളം വിദ്യാർത്ഥികളെയാണ് പിന്നീട് ബന്ധപ്പെടാൻ കഴിയാതിരുന്നതെന്നാണ് ഒടുവിലൊക്കെ ആ പ്രിൻസിപ്പലൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഈ കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? സാറേ, ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപകടം ഏകദേശം ഒരു 2 മണിക്ക് തന്നെയാണ് ഏകദേശം സംഭവിച്ചിട്ടുണ്ടാവുക. പുലർച്ചെ ശേഷം 2 മണിക്ക്. എന്നിട്ട് ഈ ഒരു ടൈം വരെ ഒരു വിവരം കിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആള് ജീവനോടെ ഉണ്ടോ ഇല്ല നമുക്ക് അറിയുന്നില്ലല്ലോ. ഈ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? അതെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ പറയുന്ന VHSC സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? ഈ ഈ വെള്ളാർമല സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? വെള്ളാർമല സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അതെയോ? ആ, ശരി, എന്തായാലും നോക്കാം. എന്തായാലും ഇപ്പോൾ ഈ ചിത്രം പുറത്തുവിടാൻ കഴിഞ്ഞത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ സ്വാഭാവികമായും ഇത് വരും. ചൂരൽമല സ്കൂളിന് പുറകിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ 6 പേരെയാണ് കാണുവാനില്ല എന്ന വിവരം ഇപ്പോൾ വരുന്നത്. നിതിൻ രാജ് എന്ന ആ കുടുംബത്തിലെ ബന്ധുവാണിപ്പോൾ പറയുന്നത്. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം ഇവരെ പറ്റിയുള്ള അന്വേഷണത്തിലാണ്. എവിടെ നിന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇതുപോലെ തന്നെ മറ്റു ചിലരും അവരുടെ അനുഭവം പറയുന്നുണ്ടായിരുന്നു. ഒരു വ്യക്തി നേരത്തെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ 26ഓളം പേരെയാണ് കാണാതെ പോയിരിക്കുന്നത് എന്ന്. അപ്പോൾ നാളെ വളരെ നിർണായകമാണ്. കാണാതായവരിലേക്ക് അതിനുള്ള അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഏതെങ്കിലും രൂപത്തിൽ അപകടത്തിൽ പെട്ടുകിടക്കുകയാണോ, കുടുങ്ങിക്കിടക്കുകയാണോ തുടങ്ങിയ വിവരങ്ങളൊക്കെ നാളെ അറിയാൻ കഴിയും. പിന്നെ നിതിൻ സംശയിക്കുന്നത് പോലെ ഇനി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യവും നാളെയോടെ അറിയാൻ കഴിയുകയുള്ളൂ. ചൂരൽമല സ്കൂളിന് പുറകിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ 6 പേരെ കാണാനില്ല എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. മുരുകൻ, ജിഷ, അക്ഷയ്, തങ്കമ്മ, രാജൻ, വിനീത എന്നിവരെ കാണാനില്ല എന്നുള്ള കാര്യം പ്രദേശവാസിയായ അവരുടെ ബന്ധുവായ നിതിൻ രാജ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അവരുടെ ദൃശ്യങ്ങൾ നേരത്തെ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടിരുന്നു. രാവിലെ മുതൽ ഈ ദുരന്തം നടന്നത് മുതൽ അവർ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ നിന്നോ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നോ അവിടെ സമീപത്ത് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയവരിൽ നിന്നോ ഒന്നും യാതൊരു തരത്തിലുള്ള വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ സമാനമായ അനുഭവം ഒരുപാട് പേർ പറയുന്നുണ്ട്. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അവരൊക്കെ എവിടെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. നേരത്തെ ആശുപത്രികളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവർ